രക്തനിരോധത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഏത്? പ്രാണായാമം അനുഷ്ഠിക്കുക. അപ്പൊ യമം, നയമം, ആസനം, പ്രാണായാമം. അടുത്തത് പ്രത്യാഹാരം. പ്രത്യാഹാരം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എപ്പോഴും നമ്മളെ അവരവരുടെ ഉള്ളിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റി പുറം ലോകത്തിലേക്ക് അഥവാ ബാഹ്യ വിഷയങ്ങളിലേക്ക് തിരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധ ആദ്യം കൊണ്ടുപോകുന്നത് പഞ്ച ഇന്ദ്രിയങ്ങളിൽ ആരായിരിക്കും? ആദ്യം കണ്ണായിരിക്കും, അല്ലേ? നയിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് അവനെ വിളിച്ചു നയനം. കണ്ണിന്റെ പുറകെ ചെവി പോകും, ഇല്ലേ? പിന്നെ ബാക്കിയുള്ളവർ പോത്തുള്ളൂ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം കൂടെയുണ്ട്. ഇതിനേക്കാൾ പ്രാധാന്യത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എപ്പോഴും ആരെ? ചെവി. അതുകൊണ്ടാണ് നവതാഭക്തി വരുമ്പോഴും ഭക്തി പ്രസ്ഥാനങ്ങളിൽ വരുമ്പോൾ ഇതം പ്രഥമം ശ്രവണം കൊടുത്തത്. ശ്രവണം കൊടുത്തപ്പോൾ ശ്രവണം എന്ന ശബ്ദത്തിന് വളരെ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ബന്ധമുണ്ട് ശ്രദ്ധയുമായിട്ട്, ശബ്ദതരംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നിയമം, അതിനുശേഷം ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുക ഈശ്വര ഉപാസനയ്ക്ക് നിർബന്ധമായ കാര്യം. നമ്മൾ പറഞ്ഞില്ലേ, നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നാടുന്ന സമയത്ത് അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ഒരു ഈയൽ വിളക്കിലേക്ക് പറന്നു വരിക. അടുത്തൊരു ചന്ദനത്തിരി കാണും. ഈ ചന്ദനത്തിരി കയ്യിലോട്ട് എടുക്കും. അപ്പോഴേ രാമരാമ ജപിച്ചുകൊണ്ടിരിക്കും. ഏതിന്റെ പുറകെ പോകും? ഈയലിന്റെ പുറകെ പോകും, ഇല്ലേ? അപ്പോഴും ആസ്വദിച്ചൊരു ജപമില്ല, യാന്ത്രികമായിരിക്കുന്ന ഒരു ജപത്തിലേക്ക് പോകും. അപ്പൊ ആസ്വദിച്ച് ഈശ്വരന്റെ ഓരോ നാമവും ആസ്വദിച്ച് ജപിക്കണം. അതിന് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ് പ്രത്യാഹാരം അഥവാ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുക. അപ്പൊ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ. ഏത് ദേവതാസങ്കല്പത്തെ കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ ഇരിക്കുന്നത് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. നമ്മുടെ ശ്വാസോച്ഛ്വാസ ക്രമം പോലും ചിട്ടപ്പെടുത്തിയിട്ടാണ് എന്തിനു വേണ്ടിയിരിക്കുന്നത്? ഈശ്വരോപാസനയ്ക്ക്. ഇപ്പൊ പൂജ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, വിശേഷമായി നമ്മുടെ പുരോഹിതന്മാരെല്ലാം തന്നെ അവര് നേത്രങ്ങള്, അതേപോലെ തന്നെ അംഗന്യാസവും കരങ്കന്യാസവും ഒക്കെ ചെയ്ത് ഏറ്റവും പ്രാധാന്യമായിട്ട് ചെയ്യുന്നതാണ് പ്രാണായാമം. പ്രാണായാമം ചെയ്ത് പ്രാണനെ നിയന്ത്രിച്ച് ഒരു പ്രാവശ്യം 12 പ്രാവശ്യവും പിന്നെ 25 പ്രാവശ്യവും പിന്നെ 108 പ്രാവശ്യവും മൂലമന്ത്രങ്ങൾ കൊണ്ട് ശരീരം മുഴുവൻ വ്യാപിപ്പിച്ച് ശിവനെ പൂജിക്കണമെങ്കിൽ ശിവൻ സമനാകണം. ആ തലത്തിലേക്ക് തന്റെ ശരീരത്തിനെയും ഉയർത്തിയതിനു ശേഷമാണ് ഈശ്വര ഉപാസന പോലും അനുഷ്ഠിക്കുക. അപ്പൊ അവിടെ വളരെ പ്രാധാന്യമാണ് സങ്കല്പങ്ങൾക്ക്, സങ്കല്പശക്തികൾക്ക്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നല്ല കാര്യങ്ങൾ മാത്രമാവണം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? എന്താ പറഞ്ഞത്? നല്ല കാര്യങ്ങൾ ചിന്തിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മൾ ജപിക്കാറുണ്ട് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഈ മഹത്തായിരിക്കുന്ന ഈ ധ്യാനശ്ലോകം ഒരു പക്ഷേ നമ്മുടെ ആളുകൾക്ക്, നല്ലൊരു ശതമാനം ആളുകൾക്കും ധാരണയുള്ളതാണ്. അപ്പൊ ധാരണയുള്ള ഈ ഒരു ധ്യാനശ്ലോകം ഇത് ജപിക്കുമ്പോൾ തന്നെ ഇത് മനസ്സുകൊണ്ട് കാണാൻ പറ്റണം. അപ്പോഴാണ് ആ ജപത്തിന് ആസ്വാദനം തുടങ്ങുക. അല്ലാത്തത്തോളം കാലം മുമ്പേ പറഞ്ഞ പോലെ നാക്കിന് തഴമ്പുണ്ടാക്കാം. അപ്പൊ ആസ്വദിച്ച് ജപിച്ചു തുടങ്ങണം. ഓരോ ധ്യാന ശ്ലോകങ്ങളും ജപിക്കുമ്പോൾ ആ ഒരു മൂർത്തിയെ നല്ലവണ്ണം മനസ്സിലേക്ക് സങ്കല്പം ചെയ്യണം. മൂർത്തിയെ സങ്കല്പം ചെയ്യുന്ന അതേ മനസ്സുകൊണ്ട് ഒരു കാര്യം നല്ലത് നടക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനുള്ള ശക്തി എന്ന് പറയുന്നത് അപാരമായിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടത്തി എടുക്കാൻ സാധിക്കും. തീവ്രമായിരിക്കുന്ന ഒരു പരിശ്രമവും തീവ്രമായിരിക്കുന്ന ആഗ്രഹവും ഏതൊരു കാര്യം നടക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പം ചെയ്യുന്നുവോ അത് നിശ്ചയമായും നടക്കും. അതാണ് പ്രകൃതിയുടെ നിയമം. പ്രകൃതിയുടെ താളവും അങ്ങനെ തന്നെയാണ്. അപ്പൊ ധാരണയുണ്ടായി ശേഷമുള്ളതാണ് ധ്യാനം. കോടി ജപതുല്യമാണ് ഒരു ധ്യാനം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പദ്ധതിയുമാണ് ഏത്? ധ്യാനിക്കുക എന്ന് പറയുക. ശ്രദ്ധ, പഞ്ചേന്ദ്രിയങ്ങള്, കർമ്മ ഇന്ദ്രിയങ്ങള്, ജ്ഞാന ഇന്ദ്രിയങ്ങള് ഇതെല്ലാം തന്നെ അടക്കി മനസ്സിനെയും ഉപശമിപ്പിച്ചു കഴിയുമ്പോഴാണ് എന്തിലേക്ക് കടക്കുക? ധ്യാനത്തിലേക്ക് കടക്കുക. ചുമ്മാ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ധ്യാനം ഉണ്ടാവില്ല. ധ്യാനം ശീലിക്കണമെങ്കിൽ തന്നെ
വർഷങ്ങളെടുക്കും. ഏറ്റവും കുറഞ്ഞത് ഒരു 1.5 വർഷമെങ്കിലും എടുത്തു കഴിയുമ്പോൾ ഒന്നിരിക്കാൻ പഠിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ കണ്ടിട്ടില്ലേ, നടുവിന് വേദന, മുട്ടിന് വേദന, ഇല്ലേ, സന്ധിവാദം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇരിക്കുമ്പോൾ വേദന, നിൽക്കുമ്പോൾ വേദന, ശ്വാസം എടുക്കുമ്പോൾ വേദന, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യം, ആവർത്തിച്ച് ശീലിച്ച് ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ് ഏത്? ധ്യാനം എന്നുള്ളത്. ശേഷമുള്ളതാണ് സമാധി എന്ന് പറയുക. സമാധി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് അർത്ഥം എന്ന് പറയുന്ന മറ്റൊരു അർത്ഥം കൂടെയുണ്ട്. യോഗം എന്നിവിടെ ഒരു അർത്ഥമുണ്ട്. എന്തെന്ന അർത്ഥം? യോഗം. എന്താ യോഗം എന്ന് പറഞ്ഞു? സംയോഗം എന്ന് കേട്ടിട്ടില്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഉറങ്ങുകയാണോ? ഉറങ്ങുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ബൂസ്റ്റ് എടുക്കണോ? ശ്രദ്ധിക്കൂ. പറഞ്ഞു വന്നത് യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനെയും ബ്രഹ്മത്തെയും ഐക്യപ്പെടുത്തുന്നതിനെയാണ് യോഗം എന്ന് പറയുക. 18 യോഗങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളത്. അതുകൊണ്ട് 18 അധ്യായങ്ങളെയും 18 യോഗങ്ങളായിട്ട് അതിൽ നാമകരണവും ചെയ്തിരിക്കുന്നു. 18 യോഗ പദ്ധതികളാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഉള്ളത്. നന്നായി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ യോഗം എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ശ്രീമദ് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്തോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ. സ്വയംവര പാർവതി മന്ത്രം ജപിക്കുമ്പോൾ ഓം ഹ്രീം യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി എന്നൊക്കെ വിളിക്കുക, മന്ത്രങ്ങൾ വരിക. അപ്പൊ അവിടെ യോഗം എന്ന വാക്ക് ഭഗവാനും കൊടുത്തിട്ടുണ്ട്, ദേവിക്കും കൊടുത്തിട്ടുണ്ട്. ആ യോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവനെയും ബ്രഹ്മത്തിനെയും ഐക്യപ്പെടുത്തുന്നത് എന്നർത്ഥം. പറഞ്ഞത് മനസ്സിലായോ? എന്തെന്നാ പറഞ്ഞത്? ജീവനെയും ബ്രഹ്മത്തിനെയും ഐക്യപ്പെടുത്തുന്നത്. അപ്പൊ ആ ജീവനെയും ബ്രഹ്മത്തിനെയും ഐക്യപ്പെടുത്തുന്ന 18 പദ്ധതികളാണ് ഏതിലുള്ളത്? ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളത്. അതുകൊണ്ട് സജ്ജനങ്ങളെ ഒരു കാര്യം കൂടെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കണം. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആട്ടെ, ഇവ നമ്മുടെ ശ്രീകൃഷ്ണ സ്വാമി പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതുക. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ ഒരു ത്രാസം കൊണ്ടാണ് വന്നത്. എന്താ ത്രാസ്? ആ ത്രാസ് തന്നിട്ട് പറഞ്ഞു, നാരായണിയമ്മേ, നമ്മളാണ് ആര്? നാരായണിയമ്മ. നാരായണിയമ്മേ, നിങ്ങളുടെ സുഖവും ദുഃഖവും കൂടെ ഒന്ന് അടുക്കി വെക്കൂ ഇതിലോട്ടെന്ന് പറയും. ഒരു തട്ടിൽ സുഖവും ഒരു തട്ടില് ദുഃഖവും. ആട്ടെ, ഇതിൽ ഏത് തട്ടായിരിക്കും നിങ്ങളുടെ താന്നിരിക്കുക? ഏത് തട്ടായിരിക്കും താന്നിരിക്കുക? ഇന്ന് തന്നെ അനൂപ് സാറിനോട് ചെന്ന് പറയും, ചില്ലറ വട്ടൊന്നുമല്ല, ഇതൊരുമാതിരി വല്ലാത്തൊരു വട്ടായി പോയി, ഈ ഭ്രാന്തനെ വിളിച്ചോണ്ട് വന്നില്ലേ, പറയൂ. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് പണ്ടേ നാണവമാനമില്ല, അതുകൊണ്ട് അതും വിഷയമല്ല. പറയൂ, സുഖമാണോ ദുഃഖമാണോ? ഏത് തട്ടാ താന്നിരിക്കുക? ദുഃഖം. സുഖത്തിന്റെ തട്ട് വേണം താന്നിരിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ച ഓരോ സുഖങ്ങളും എടുത്തൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് വെച്ച് തുലനം ചെയ്യുമ്പോൾ ജീവിതത്തിൽ എന്തേലും ദുഃഖമുണ്ടോ? ആരോഗ്യമുള്ള ഒരു ശരീരം ഭഗവാൻ തന്നു. പരസഹായം കൂടാതെ ഒരു തുള്ളി വെള്ളമെടുത്ത് കുടിക്കാനുള്ള ആരോഗ്യം എന്തിനുണ്ട്? ശരീരത്തിനുണ്ട്. രാത്രിയും പകലും മഴയും വെയിലും ചൂടും തണുപ്പും ഒന്നും കൊള്ളാതെ കയറി കിടന്നുറങ്ങാൻ നല്ലൊരു കിടപ്പാടം തന്നു. കുഴപ്പമില്ല. ഒരു നേരത്തിന് പകരം 4 നേരം കഴിക്കാൻ അന്നത്തിന് വഴിയുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇനി ഇതിക്കുള്ള എന്നാ സുഖമായി വേണ്ടേ? അപ്പോഴാ ദുഃഖമാണെന്ന് പറയുന്നത്, ഇല്ലേ? ജീവിതത്തില് തുലോം കുറവായിരിക്കുന്ന ദുഃഖത്തിന് വേണ്ടി മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇതുവരെ ഭഗവാൻ തന്ന ജീവിതത്തിലെ സകല നന്മകളെയും സകല ഐശ്വര്യങ്ങളെയും സകല അനുഗ്രഹങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് എന്നിട്ട് പറയേ പോകും? ദുഃഖത്തിന്റെ പറയേ പോകും. അത് ആരോട് കാണിക്കുന്ന നീതികേടാണ്? ഈശ്വരനോട് കാണിക്കുന്ന നീതികേട്. അവിടെയാണ് കുന്തിയുടെ സ്തുതിക്ക് പ്രാധാന്യം വരുന്നത്.
കുന്തിമാതാവ് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, നിരന്തരമായിരിക്കുന്ന പരീക്ഷണം അവിടുന്ന് എനിക്ക് ഇനി തന്നുകൊണ്ടേയിരിക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എത്രയും പരീക്ഷണത്തിലൂടെ ഞാൻ കടന്നു പോകുന്നുവോ അത്രയും നിന്റെ നാമത്തെ എനിക്ക് ജപിക്കാൻ പറ്റും. ഇല്ലേ? നമ്മളിവിടെ വന്ന് നെല്ലിപ്പറമ്പ് വാസുദേവനോട് പറയണേ, എന്റെ വാസുട്ടാ, ഇല്ലേ, ഈ പരീക്ഷണം ഇപ്പം കൂടെ നിർത്താറായില്ലേ ഭഗവാനെ, അനുഭവിപ്പിച്ച് മതിയായില്ലേ ഭഗവാനെ, ഇല്ലേ? അപ്പൊ അകത്തിരുന്ന് മൂപ്പര് കണ്ട് ചിരിക്കും നമ്മളെ. എന്താണെന്നറിയോ? മൂപ്പര് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരുന്ന ഒരു 1.5 ചിരിയായിരിക്കും ചിരിക്കുക. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇട ഞാൻ അനുഭവിച്ചതിന്റെ ഒരു 100-ൽ ഒരു അംശം നീയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? ചില്ലറ വല്ലമാണോ ഞാൻ അനുഭവിച്ചത്? അപ്പൊ ആ ഒരു നല്ല ഒരു വേദനയെല്ലാം അനുഭവിച്ച് ഇതെല്ലാം ജീവിതത്തിന്റെ എല്ലാ പങ്കും എല്ലാ ഭാഗവും കണ്ടറിഞ്ഞാണ് ആരിയിരിക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ അകത്തിരിക്കുന്നത്. അപ്പൊ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥ അഥവാ യോഗാവസ്ഥയാണ്. ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മ അവതാര രഹസ്യത്തിന്റെ ഒരു കാരണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദേവകി അമ്മയുടെ എത്രാമത്തെ കുട്ടിയാണ് വാസുട്ടൻ? രണ്ടാമത്തെയാണ്. 8ാമത്തെ. ഈശ്വര പ്രാപ്തിക്ക് എത്ര മാർഗം വേണമെന്നാ പറഞ്ഞേ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. 8 ഇതുകൊണ്ടാണ് ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ദേവകിക്ക് സാക്ഷാൽ ഭഗവാൻ 8ാമത്തെ സന്തതിയായിട്ട് ജനിക്കണത്. 1ാമത് ജനിക്കാം, 10ാമത് ജനിക്കാം, ജനിക്കാണ്ട് കൂടെയിട്ട് ഇരിക്കാം. ഭാഗവതത്തിൽ നമ്മൾ നോക്കുമ്പോൾ കൃഷ്ണൻ വരെയുള്ള സന്തതികളെ കുറിച്ചേ പറയുന്നുള്ളൂ. എന്നാൽ മഹാഭാരതത്തിൽ നോക്കുമ്പോൾ ഭഗവാന്റെ ഒരു അനിയൻ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സയണൻ എന്ന. മഹാഭാരതം വായിച്ചാൽ മതി, അതിൽ കാണാം സയണൻ. അപ്പൊ ഇനി നമ്മൾ പതുക്കെ കിടക്കാൻ പോകുന്നത് ദക്ഷയാഗത്തിലേക്കാണ്. ദക്ഷയാഗം ശ്രദ്ധിക്കേണ്ട വിഷയം നമഃശിവായ എന്ന മഹാമന്ത്രം. നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു മന്ത്രം കൂടെ കൂട്ടിച്ചേർക്കുക. രാമയിലൂടെ കടന്ന് നമഃശിവായയിലൂടെ കടന്ന് ഓം നമോ ഭഗവതേ വാസുദേവായയിലേക്ക് നമ്മൾ പോവാം. അത് രാമയിലേക്ക് ജപിക്കുക. ശ്രദ്ധിക്കുക, രാമ എന്ന ശബ്ദം എത്ര സ്വരങ്ങൾ ചേരുന്നതാ? എത്ര ശബ്ദങ്ങൾ ചേരുന്നതാ? രാമ, രാ പ്ലസ് ആ പ്ലസ് മ, രാ പ്ലസ് ആ പ്ലസ് മ, രാമ. അതിൽ രാകാരം എന്നത് നാരായണന്റെ 2ാമത്തെ ശബ്ദം, നമഃശിവായയുടെ 2ാമത്തെ അക്ഷരം മാകാരം. അതിന്റെ മധ്യത്തിൽ കിടക്കുന്ന ശബ്ദം ആകാരം. രാ ആ മ. രാകാരം കൊണ്ട് അർത്ഥമാക്കുന്നത് അഗ്നി, മാകാരം കൊണ്ട് അർത്ഥമാക്കുന്നത് നിധി. ഇന്നത്തെ അന്നപ്രസാദം വഴിപാടായി നടത്തുന്നത് ഇങ്ങോട്ട് വന്ന് വിളമ്പിക്കൊണ്ടാണ് കേട്ടോ. അപ്പൊ അവിടെ രാകാരം കൊണ്ടും മാകാരം കൊണ്ടും വളരെ വിശേഷമുണ്ട്. രാകാരം കൊണ്ട് അഗ്നിയെ സൂചിപ്പിക്കുന്നു, മാകാരം കൊണ്ട് മിതിയെ സൂചിപ്പിക്കുന്നു, അഥവാ അനന്തതയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ ആകാരം എന്താകുന്നു? ആകാരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. താപത്രയങ്ങളാണ് ഇത് ആകാരം എന്ന് പറയുക. നമ്മൾ ഇന്ന് കാലത്ത് ജപിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, പുസ്തകം നോക്കി ജപിച്ചായിരുന്നു, ഓർമ്മയുണ്ടോന്നറിയില്ല. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ. അടുത്ത വരി എങ്ങനെയാ? താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ, നല്ല നുമാന. ശ്രീകൃഷ്ണായ വയം നുമ. നുമാന്ന് നമാന്ന് അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ അതിൽ ജപിക്കുന്നത് നുമ എന്നാണ് ജപിക്കുക. നമ്മൾ പെട്ടെന്ന് ജപിച്ച് നമയായി പോയതാ. അപ്പോ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. നമ്മൾ ശ്രീകൃഷ്ണ എന്നുള്ള നാമത്തിനേക്കാൾ കൂടുതലും നമ്മൾ ജപിക്കുന്ന മന്ത്രം നാരായണ അല്ലേ? എന്താ ഈ നാരായണ? രാമയിലോട്ട് പോവാ, പറയൂ, എന്താ നാരായണ? എന്താ നാരായണ? നാരായണ എന്ന് പറയുന്നത് ജീവന്റെ രഹസ്യമാണ്. നാരായണ വളർന്നു വരുന്നവരോട് പറഞ്ഞു കൊടുക്കണം, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം എന്തിനാണ് നാരായണ എന്ന് ജപിക്കുക. കർമ്മഫലം കൊണ്ട് നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ ഉടല്, ഇല്ലേ? ഈ ഉടല് നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തെന്നാ വിളിക്കുക? അമ്മയ്ക്ക് അത് പ്രസവമാണ്, നമുക്കെന്താ അത്? കേട്ടില്ല? എന്റെ എല്ലാവരും എഴുന്നേറ്റ് പോകും. ഇതാ എന്റെ മുമ്പിൽ ആരെയും ഞാൻ നിർത്താത്തത്. പറയൂ.
അമ്മയെ സംബന്ധിച്ച് കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അത് പ്രസവമാകും. അപ്പൊ ജനിക്കുന്ന നമ്മളെ സംബന്ധിച്ച് എന്താണത്? ജനനമാണ്, ഇല്ലേ? പ്രസവവും ജനനവും. ജനനത്തിന് എത്ര നാകാരമുണ്ട്? എത്ര നായുണ്ട്? ജനനം 2 നാ. ജനനത്തെ സൂചിപ്പിക്കുന്നതാണ് ആദ്യത്തെ നാകാരം എന്ന് പറയുക. നാ എന്ന ശബ്ദം നമ്മൾ പറയുമ്പോൾ അതിന് അനുനാസിക ശബ്ദം എന്നാ പറയുക. അനുനാസിക ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാ എന്ന ശബ്ദം ഉച്ചരിക്കണമെങ്കിൽ നാവ് മുൻഭാഗത്തോട്ട് ആയണം. നാ ആണോ അല്ലയോ? മുൻഭാഗത്തോട്ട് ആയണം നാ. രണ്ടാമത്തെ ശബ്ദം എന്താ? രാ, ഇല്ലേ? ര പ്ലസ് ആയാണ് രായായിട്ട് അതിൽ വരുന്നത്. അതിൽ രാകാരത്തെ സൂചിപ്പിക്കുന്നതാണ് അഗ്നി, അതായത് ശരീരത്തിന്റെ ഉള്ളിലുള്ള ചൂട്. അടുത്ത ശബ്ദമാണ് യാകാരം. യാ പ്ലസ് ആ, യാ. യാ. ആ യാ എന്ന ശബ്ദത്തിലേക്ക് നോക്കിക്കഴിയാൽ അവിടെ ആ യായിക്ക് ദീർഘമില്ല. നാരായ ന, ഇല്ലേ? ആകാരം ചേരുന്നില്ല. യ എന്ന ശബ്ദം വന്നു. യാ എന്ന ശബ്ദം എന്തിന്റെ ബീജമന്ത്ര? ഇങ്ങോട്ട് നോക്ക്, അതുവഴി ആൾക്കാരൊക്കെ നടന്നു പൊക്കൊണ്ടിരിക്കും. ഇവിടെ നാരായണ പറയുക. ആ ഇരുന്ന് നാരായണ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഗുണപ്പെടും. അല്ലാതെ ഇതുവഴി വരുന്നവരെ നോക്കിക്കൊണ്ടിരുന്ന അവരും പോകും. പലരുടെയും വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞ് മേശാന്തി വാഴയിലക്കകത്ത് വെച്ചിട്ട് തരുമ്പോൾ മുക്തിയായി എന്ന ഈ പുഷ്പാഞ്ജലി കഴിക്കുന്ന മേശാന്തിയും ചത്തുപോകുന്നതാണ്. ആലോചിച്ചോണം, ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മുടെ മുക്തി ആര് തന്നെ തയ്യാറാക്കണം? നമ്മൾ തന്നെ തയ്യാറാക്കണം. ഒന്ന് ആലോചിച്ച് നമുക്ക് മോക്കം വാങ്ങിച്ചു തരും ആര്? തിരുവേനി ഒന്നും കേൾക്കാതിരുന്ന മഹാഭാഗ്യം. അപ്പോ നാരായണയുടെ യാ എന്ന ശബ്ദം വായുവിന്റെ ബീജമന്ത്രമാണ്. ഇത് യാ എന്ന ശബ്ദം യാകാരം ജപിക്കുമ്പോൾ വായുവിനെ സൂചിപ്പിക്കുന്നു. ഇനി അവസാനത്തെ ശബ്ദമാണ് ന പ്ലസ ന. ന എന്ന ശബ്ദം ഉച്ചരിക്കണമെങ്കിൽ നാവ് പിൻഭാഗത്തോട്ട് വളയണം. മുൻഭാഗത്തോട്ട് ആഞ്ഞുകൊണ്ട് ന എന്ന ശബ്ദവും പിൻഭാഗത്തോട്ട് നാവ് വളഞ്ഞുകൊണ്ട് ന എന്ന ശബ്ദവും. ജനനം അഥവാ ജന്മത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് ആ ജന്മത്തിന്റെ നിലനിൽപ്പാകുന്ന രായും യായും, അതായത് പ്രാണനും വായുവും ശേഷമാണ് ന എന്ന ശബ്ദം. ന എന്ന ശബ്ദത്തിന് ആനന്ദവാചകം എന്നാ പറയുക. അതുകൊണ്ടാണ് നാമത്തിന്റെ അവസാനം ന എന്ന ശബ്ദം വന്നത്, പരമാനന്ദത്തെ നൽകുന്നത്. അതുകൊണ്ടാണ് മരണം എന്ന് പറയുന്ന അവസ്ഥയ്ക്കും അവസാനം എന്ത് വന്നത്? ന എന്ന ശബ്ദം വന്നത്. അതുകൊണ്ടാണ് ഈശ്വരന് വിഷ്ണു എന്നും ഈശ്വരന് കൃഷ്ണ എന്നും പേര് വന്നത്. ആനന്ദവാചകമാണ്. അപ്പൊ ഈ മന്ത്രത്തിൽ നിന്ന് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി വന്നതാണ് രാമ എന്ന മന്ത്രവും. അപ്പൊ ഇനി ഇത് ഈ നാരായണ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നാരായണക്കകത്ത് 3 പ്രാവശ്യം ആകാരം ആവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഇല്ലേ? ന പ്ലസ് ന, ര പ്ലസ് ര, ന പ്ലസ് ന. നാരായണ ഈ 3 പ്രാവശ്യം ആകാരം ആവർത്തിക്കുന്നുണ്ട്. മുമ്പേ ഒരു കാര്യം പറഞ്ഞു, താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. താപത്രയങ്ങളെ നശിപ്പിക്കുന്ന മന്ത്രമാണ് ഇത് നാരായണ. എന്തൊക്കെയാ താപത്രയങ്ങള്? ആപത്രയങ്ങൾ തന്നെ പറഞ്ഞ താപത്രയങ്ങൾ. ആപത്രയങ്ങൾ തന്നെ അത് താപത്രയങ്ങൾ 3 എണ്ണമാണ്. 1 ആദി ഭൗതികം, 2 ആദി ഭൗതികം, 3 ആധ്യാത്മികത. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ആദ്യത്തേത് ആദി ഭൗതികം. മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ആദി ഭൗതികം. എന്താ ആദി ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് അഥവാ ഭൂതങ്ങളിൽ നിന്ന് അഥവാ ഭവിച്ചിട്ടുള്ളതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇതൊക്കെ ഏതിൽ വരും? ആദി ഭൗതികത്തിൽ വരും. അങ്ങനെ അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടിത്തരുന്നതാണ് ഏത്? നാരായണ എന്നതായ മന്ത്രം. രണ്ടാമത്തത് ആദി ഭൗതികം. എന്താ ആദി ഭൗതികം? ഭൗതികം എന്ന് പറയുന്നത് നമ്മൾ ഈശ്വരനെ നിന്ന് അകലുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. പലപ്പോഴും പലരും എന്ന് പറയാറില്ല, ഞാൻ എത്ര പാൽപ്പായസം കൊണ്ടുവന്ന് കുടിപ്പിച്ചു, ഞാൻ പറയണ ഒന്നും കേൾക്കണില്ല. കേട്ടിട്ടില്ലേ? എന്തോരം അമ്പലങ്ങളിൽ പോയി വഴിപാട് നടത്തി കേൾക്കില്ല, എന്തോരം അത് ചെയ്തു, ഇത് ചെയ്തു, ദാനം ചെയ്തു, അമ്പലം കുംഭാഭിഷേകം ചെയ്തു, എന്നിട്ട് ഞാൻ പറയുന്ന ആരും കേട്ടിട്ടില്ല.
നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അങ്ങനെ? എനിക്കറിയാം, നെല്ലിപ്പറമ്പിലുള്ളവർ പറയത്തില്ല, ഞാൻ പറഞ്ഞ കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ ഭാഗത്ത്. അപ്പോ എന്തുകൊണ്ട് നമ്മൾ പറയുന്നത് ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് ദക്ഷയാഗത്തിന്റെ സാരമെന്ന് പറയുക. ആ ഭാവത്തിനെ രണ്ടായിട്ട് തിരിച്ച് ഒറ്റ ഉത്തരത്തിലെത്തും. ഞാൻ എന്ന ഭാവവും എൻ്റേത് എന്ന മമതയും. ശ്രദ്ധിച്ചോ പറഞ്ഞത്? ഞാൻ എന്ന ഭാവവും എൻ്റേത് എന്ന മമതയും കൂടെ ചേരുമ്പോൾ അതിനെ വിളിച്ച പേരാണ് അഹങ്കാരം. എന്തെന്ന് വിളിക്കുക? അഹങ്കാരം. ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവാൻ എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരവും കൂടെ കൂട്ടിച്ചേർത്ത് പറയാം. നമ്മൾ ക്ഷേത്രത്തിൽ നമ്മൾ ഈ മുറ്റത്തോട്ട് കിടക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന മര്യാദ എന്താ? കേട്ടില്ല, എന്തേലും ഒന്ന് പറയുമോ? ചെരുപ്പൂരി പുറത്തിടും. നന്നായി. ചെരുപ്പൂരി പുറത്തിടുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ വേറൊരു സാധനം കൂടെ അവിടെ ഊരി വെക്കണം. എന്നിട്ട് ക്ഷേത്രത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം ഭഗവാൻ കേൾക്കും. എന്താ? വാനിറ്റി ബാഗ അല്ല, സ്വഭാവം. പറഞ്ഞ മനസ്സിലായോ? എന്തുകൊണ്ട് ഊരി വെക്കണം? സ്വഭാവം. ചെരുപ്പിട്ടോണ്ട് അതിന്റെ അകത്ത് കയറാൻ പാടില്ല എന്നുള്ള അശുദ്ധമായതുകൊണ്ടാണല്ലോ ആ സാധനം പുറത്തിടണമെന്ന് പറഞ്ഞത്. കൂട്ടത്തിൽ എന്തുകൂടെ വെച്ചോണം? സ്വഭാവം. എന്നിട്ട് അകത്തോട്ട് കയറി എല്ലാം വാസൂട്ടനോട് പറഞ്ഞു നോക്കിക്കേ, വാസൂട്ടൻ എല്ലാം കേൾക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ആ സ്വഭാവം കൂടെ വെച്ചോണ്ട് അകത്തോട്ട് കയറി നമ്മളെ ആവശ്യമില്ലാത്തതായിരിക്കുന്ന ചിന്തകളും ആവശ്യമില്ലാത്തതായിരിക്കുന്ന ദുശ്ചെയ്തികളും ഒക്കെ തന്നെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടാണ് ആരെ പോയി വിളിക്കുന്നത്? വാസൂട്ടനെ പോയി വിളിക്കുന്നത്. അതുകൊണ്ടാണ് ദുരിതം വരണത്. അതുകൊണ്ട് ആര് കേൾക്കാത്തത്? ഭഗവാൻ കേൾക്കാത്തത്. നമ്മളാരും ഈ ഇരിക്കുന്ന നമ്മളാരും മോശക്കാരൊന്നുമല്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു വിചാരവും വേണ്ട. നമ്മളാരും ഇവിടെ പാപികളും ഇരിപ്പില്ല, പീഡിതരും ഇരിപ്പില്ല, ദുഃഖിതരും ഇരിപ്പില്ല. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവർ ഭഗവത്ഗീതയിലും ഉപനിഷത്തിലും പറഞ്ഞത് ശൃണ്വന്ത്വേ അമൃതസ്യ പുത്ര, മരണമില്ലാത്തവനെ നീ കേൾക്കൂ എന്ന് പറഞ്ഞാണ് ധർമ്മോപദേശം ചെയ്തിട്ടുള്ളത്. മരിക്കാതെ ഇരിക്കുന്നവർ, ശ്രേഷ്ഠമതികളായ ജന്മത്തിനുടമകളായിരിക്കുന്നവർ ഈ ലോകത്തിലേക്ക് വന്ന നിങ്ങൾ ഓരോരുത്തരും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. പറഞ്ഞാൽ മനസ്സിലായോ? വയസ്സായി, ഇനിയിപ്പം ഞാനൊരു മൂലയിൽ ഇരിക്കുക. വയസ്സായത് നിങ്ങളുടെ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ചിന്തകൾക്കോ നിങ്ങളുടെ മനസ്സുകൾക്കോ എന്ത് പറ്റിയിട്ടില്ല? പ്രായത്തിനെ ബാധിച്ചിട്ടില്ല. ശരീരത്തിന് മാത്രമേ ഉള്ളൂ, ഉപാധി കിടക്കുന്നത് കൊണ്ട് മാത്രം. അതുകൊണ്ട് എപ്പോഴും സജ്ജനങ്ങളെ ശ്രദ്ധിച്ചോണം. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എപ്പോഴും ഉന്മേഷത്തോടു കൂടിയിരിക്കണം, ഉത്സാഹത്തോടു കൂടിയിരിക്കണം, ധൈര്യത്തോടു കൂടിയിരിക്കണം. എന്താ പറഞ്ഞത്? ഉന്മേഷത്തോടു കൂടിയിരിക്കണം, ഉത്സാഹത്തോടു കൂടിയിരിക്കണം, ഏറ്റവും അവസാനം പറഞ്ഞത് എന്താ? ധൈര്യത്തോടു കൂടിയിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളുള്ള ഒരാൾക്ക് നിശ്ചയമായിട്ടും ഭഗവാൻ അവന്റെ കൂടെ ഉണ്ടാവും. ചിലർ കണ്ടിട്ടില്ലേ, അയ്യോ എനിക്ക് വയ്യായി, ഞാൻ അങ്ങനാണ്. ഇതൊക്കെ ഭൂമിയിൽ ഇരിക്കുന്നത് ഭൂമിക്കേ ഭാരം, വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് വേറെന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ശരീരത്തിനെ ആരോഗ്യം തളർത്തിക്കളഞ്ഞാലും ഒരിക്കലും തളരാത്തതായിരിക്കുന്ന എന്തുണ്ടാവണം? ഒരു മനസ്സുണ്ടാവണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഇരിക്കുന്ന അമ്മമാര്, അച്ഛന്മാര്, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് കിട്ടിയ പോലൊരു മഹാഭാഗ്യം ഇനി വേറെ ഈ ഒരു തലമുറയ്ക്ക് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? കാലത്തിന്റെ രണ്ട് ഗതിവിഗതികളെ കാണാൻ സുഹൃതം ചെയ്ത മഹാഭാഗ്യമുള്ളവർ. കാലത്തിന്റെ രണ്ട് ഗതിവിഗതികളെ, അതായത് ഒന്ന്, ഇന്നിപ്പോ നമ്മൾ മൊബൈലിന്റെ ഒരു ലോകത്തിലേക്ക് വന്നു, ഇല്ലേ? നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നിങ്ങൾക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലേ? ഇത് വന്നപ്പോഴും മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? എന്നാൽ ഇപ്പൊ ഇതിന്റെ അകത്ത് ജനിച്ചത് നിങ്ങളെ നോക്കിക്കാൻ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഇല്ല. സുന്ദരമായിട്ട് നിങ്ങളുടെ ചെറുപ്പകാലത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കൂട്ടുകാരുമൊത്ത് പള്ളിക്കൂടത്തിൽ പോയിരുന്ന കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ആകാശം കാണാതെ പുസ്തകത്തിന്റെ ഉള്ളിൽ മയിൽപ്പീലി പാത്ത് വെച്ചോണ്ട് പോയിട്ടില്ലേ? മയിൽപ്പീലി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് സ്ലേറ്റ് തുടച്ച് എഴുതിയിട്ടില്ലേ? തണ്ടുമഷിയൊക്കെ ഉപയോഗിച്ച് എന്താണ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? എത്ര സ്നേഹത്തോട്, അതായത് കാലത്തിന്റെ രണ്ട് അവസ്ഥകളെ നേരിട്ട് കണ്ട തലമുറയാണ്. അവിടെ കൊണ്ടും തീർന്നില്ല.
ചിരകാല സ്വപ്നമാണ്, ലോകത്തുള്ള സമസ്ത ഹിന്ദുക്കളുടെയും ചിരകാല സ്വപ്നമാണ് അയോധ്യയിലെ രാമനെ കാണുക എന്നുള്ളത്. ഇല്ലേ? ഈ മനുഷ്യായുസിൽ കാണാൻ പറ്റുമോ എന്ന് ചിന്തിക്കാതെ ഇരുന്ന ഹിന്ദുക്കൾക്ക്, അതായത് ഈ തലമുറയിൽ പെട്ടവർക്ക് ഒരു മഹാഭാഗ്യം കണ്ടില്ലേ? അടുത്ത് പോയി കണ്ടില്ലെങ്കിലും തിരിച്ച് രാമൻ പട്ടാഭിഷേകം ചെയ്യുന്നത് കാണുവാൻ, കേൾക്കുവാൻ ഒരു മഹാഭാഗ്യം ഉണ്ടായില്ലേ? ആണോ അല്ലയോ? നടക്കുമോ എന്ന് പോലും അറിഞ്ഞൊരു കാര്യമല്ല. അന്ന് പലരും ചോദിച്ചു, രാമരാമ പാടിയാൽ രാമരാജ്യമാകുമോ എന്ന് ചോദിച്ചപ്പോ സുന്ദരമായി ശ്രീരാമനെ സിംഹാസനത്തിൽ ഇരുത്തി പട്ടാഭിഷേകം ചെയ്യാൻ ഒരു മഹാഭാഗ്യം കണ്ടില്ലേ? അവിടെ കൊണ്ടും തീർന്നോ? തീർന്നില്ല. ഈ കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഫെബ്രുവരി മാസം വരെ, മഹാശിവരാത്രി വരെ ലോകം കണ്ട ഏറ്റവും വലിയ ഉത്സവത്തിന് സാക്ഷികളാകാനും ഭാഗവാക്കാകുവാനും സാധിച്ച തലമുറയും കൂടല്ലേ? ആലോചിച്ചു നോക്ക്. എന്തായിരുന്നു ഉത്സവം? എന്തായിരുന്നു ഉത്സവം? 144 വർഷം കൂടുമ്പോൾ മാത്രം നടക്കുന്ന ഒന്നാ മഹാകുംഭമേള നടന്നു. പോയോ നിങ്ങളൊക്കെ? ആരെങ്കിലുമൊക്കെ പോയോ? ഞാനൊക്കെ പോയി. ഒരാഴ്ചയോളം അവിടെ കിടന്നിട്ടാവുന്നു. അപ്പോ അത് വലിയൊരു മഹാഭാഗ്യം. നമുക്ക് അടുത്ത് പോയില്ലെങ്കിൽ പോലും നമുക്കത് കാണുവാനും അതിനെക്കുറിച്ച് അറിയുവാനും, അല്ലെങ്കിൽ അത് നടന്ന തലമുറയിൽ ജീവിച്ചിരിക്കുവാനും പറ്റി. ഇനി നമുക്ക് ശേഷമുള്ള 3 തലമുറയ്ക്ക് ഈ മഹാകുംഭമേള കാണാൻ പറ്റില്ല. ഇനി അടുത്തത് നടക്കണമെങ്കിൽ 144 കൊല്ലമെടുക്കും. അപ്പൊ ഈ തലമുറയ്ക്ക് സുഹൃതമില്ലാഞ്ഞിട്ടാണോ? ഈ തലമുറയ്ക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണോ? ചരിത്ര സംഭവങ്ങൾ കാണാൻ സുഹൃതം ചെയ്ത തലമുറയാണ്. അപ്പൊ അതിൻ്റെ ഒരു മഹത്വം. അപ്പൊ ഇതുവരെ നമ്മൾ ജീവിച്ചു വന്നപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സജ്ജനങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വിധത്തിൽ കഷ്ടപ്പാടുകൾ വന്നു ഇല്ലേ? ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, നിങ്ങളെ മനസ്സാ വാചാ കർമ്മണ അറിയാത്തതിനൊക്കെ നിങ്ങളോട് ചേർന്ന് നിന്നവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ? കുറ്റപ്പെടുത്തിയിട്ടില്ലേ? ചില ദിവസങ്ങളിലൊന്നും ഒരു കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ലാതെ നാളെ എങ്ങനെ ചിന്തിക്കും എന്ന് ആലോചിച്ച് ആവലാതിപ്പെട്ടിരുന്നിട്ടില്ലേ? ചില സമയത്ത് സങ്കടം തോന്നി ആലോചിച്ചിട്ടില്ലേ, കൃഷ്ണ അങ്ങടെ ഒടുങ്ങി തീർന്നു പോയാൽ മതിയെന്ന്. അത് ഒടുങ്ങി തീർന്നാ മതി എന്ന് തോന്നിയിട്ട് പോലും നിങ്ങളത് ചെയ്യാതെ ഇരുന്നിട്ടില്ലേ? ചെയ്യാതിരുന്നില്ലേ? ചെയ്യാതിരുന്നത് കൊണ്ടല്ല ഇത്ര സുന്ദരമായ ലോകത്തെ കാണാൻ പറ്റിയത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാതിരുന്നതെന്നറിയോ? ഒറ്റ കാരണമേ ഉള്ളൂ അതിന്. ആ കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന വാസുവേട്ടനുണ്ടല്ലോ, വാസുക്കുട്ടന് നിങ്ങളെ അത്രയേറെ ഇഷ്ടമാണ്. ഇവിടെ ഇരിക്കുന്ന ഭഗവാന് നിങ്ങളെ ഓരോരുത്തരെയും അത്ര കണ്ട് എന്താണ് ഇഷ്ടമല്ല, എന്താണെന്നറിയോ? പ്രേമമാണ്. പറഞ്ഞ മനസ്സിലായി? ഇഷ്ടം വേറെ, സ്നേഹം വേറെ, പ്രേമം വേറെ. ഇഷ്ടം വേറെ, സ്നേഹം വേറെ, പ്രേമം വേറെ. ഇവിടെ ഏതാ വാസൂട്ടന് നമ്മളോട് എന്താ ഉണ്ടെന്ന് പറഞ്ഞ്? പ്രേമം. ഇഷ്ടമെന്ന് പറയുന്ന സാധനം. നിങ്ങൾക്ക് ലഡു ഇഷ്ടമാണെന്ന് കരുതുക. നിങ്ങളെ കാണാൻ വരുമ്പോൾ ഞാനൊരു 5 ലഡുവും കൊണ്ട് വന്നു, നിങ്ങൾ എത്രണ്ണം തിന്നും? സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ 1 തിന്നത്തുള്ളൂ, എൻ്റെ പരമാവധി 1.5, അതിനപ്പുറം കഴിക്കില്ല അല്ലേ? അപ്പൊ ഒരു ഇഷ്ടപ്പെട്ട ഒരു വസ്തു കയ്യിൽ കിട്ടുന്നതോട് കൂടിയിട്ട് തീർന്നു പോകുന്ന ആഗ്രഹമാണ് ഇത് ഇഷ്ടം എന്ന് പറയുന്നത്. അടുത്തത് സ്നേഹം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും ആർക്ക് വേണ്ടിയിട്ടാണ്? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? പറയൂ. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിന് വേണ്ടിയിട്ടല്ല, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതോ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, അത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ല. സ്വാർത്ഥത നിറഞ്ഞതാണ് ഇത് സ്നേഹം എന്ന് പറയുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ചിലർ നമ്മളെ തിരിഞ്ഞു നോക്കിയില്ലേലും അവരെ നമുക്ക് വെറുക്കാൻ പറ്റാത്തത്. കാരണം നമ്മുടെ തൃപ്തിയിൽ ആശ്രയപ്പെട്ടാണ് എന്തിരിക്കുന്നത്? സ്നേഹം എന്ന് പറയുന്ന അവസ്ഥ. എന്നാൽ പ്രേമം അഥവാ പ്രണയം, അത് ഒന്നും പ്രതീക്ഷിക്കാതെ അനർഗളമായി നമ്മളിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നതാണ്. ഏറ്റവും വൈകാരികമായ തലമാണ്. അതാണ് ഭഗവാൻ നമ്മളോടും നമുക്ക് ഭഗവാനോടും ഉണ്ടാവണമെന്ന് എപ്പോഴും പറയുന്നത്. നാരദ ഭക്തിസൂത്രം എന്ന് പറയുന്നത് തന്നെ പ്രേമമാണ്, പരമപ്രേമമാണ്. ആ പരമപ്രേമത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ കാണണം. ആട്ടെ, പ്രേമത്തിന്റെ സ്മാരകം എന്താ? ഭാഗവതത്തിലെ ക്വസ്റ്റ്യൻ അല്ല, GK ആണ്. കേട്ടില്ല? നിങ്ങളാരും മിണ്ടത്തില്ലേ നാട്ടിൽ?
ഷോ ഇങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഞങ്ങളെങ്ങാണ് ഇവിടൊക്കെ വന്ന് താമസിച്ചേനെ. ഇത്ര ഭവ്യമായിട്ട് സംസാരിക്കുന്ന നാട്ടുകാർ. പ്രണയത്തിന്റെ സ്മാരകം എന്താ? താജ്മഹാൽ നമുക്കുണ്ടാകും, ഗംഭീരം. ഒരു മാർക്ക് കിട്ടുന്നതാ നമ്മുടെ പിള്ളേർക്ക് എഴുതിക്കോ, കുഴപ്പമില്ല, അതുകൊണ്ട് കാര്യം നടന്നാൽ മതി. അപ്പോ താജ്മഹൽ ആരാ പണിയിപ്പിച്ചേ? ഷാജഹാൻ. നന്നായി. ഷാജഹാൻ ആരാ? മുഗൾ ചക്രവർത്തിയാ. ചക്രവർത്തി. ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഇയാളിത് പണി കഴിപ്പിച്ച്? മുംതാസ് മഹൽ. നോക്കിക്കേ, ഭാഗവതത്തിൽ എത്ര അധ്യായം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. മുംതാസ് എന്തു ആവട്ടെ, മുംതാസിന് വേണ്ടി പണിയിപ്പിച്ചു. ഈ മുംതാസ് ഷാജഹാന്റെ ആരാ? ആരാ ഭാര്യ? എത്രാമത്തെയാണ്? എട്ടാമത്തേതാ. ആ സ്ത്രീയുടെ എട്ടാമത്തെ പ്രസവത്തോടു കൂടിയിട്ടാണ് അവർ മരിക്കുന്നത്. ഇനിയിപ്പോ ഈ ഭാര്യയോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഇയാൾ ഈ ഭാര്യയുടെ അനിയത്തിയെ എന്ന് കല്യാണം കഴിച്ചു. എന്നിട്ട് അതിനിട്ടിരിക്കുന്ന പേരാണ് എന്തോന്ന്? പ്രണയത്തിന്റെ സ്മാരകം. ഇത്ര വലിയ വിരോധാഭാസം ഇവിടെ ഇല്ല നടക്കത്തുള്ളൂ. എന്നാൽ ഏകപത്നി വ്രതക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്ത് ഇന്ന് വരെ ഒരൊറ്റ പുരുഷനും ഒറ്റ ചരിത്രത്തിലും ഇല്ലാത്ത വലിയൊരു സംഭവം നടത്തി. എന്താണെന്നറിയോ? തന്റെ ഭാര്യയെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. ലോകത്ത് ഇന്ന് വരെ ഒരു ഒറ്റ ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കടലിന് കുറുകെ വാനം കെട്ടിയിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലായി. ഈ പറഞ്ഞാൽ 8 12 ഒന്നുമില്ല, ആകെ ഒരെണ്ണമേ ഉള്ളൂ. ആ ഒരു ഒറ്റ ധർമ്മപത്നിക്ക് വേണ്ടിയിട്ട് കടലിന് കുറുകെ പാലം കെട്ടിക്കൊടുത്ത വീരപുരുഷനുണ്ടായിരുന്നു ഭാരതത്തിൽ. ആരായിരുന്നു അദ്ദേഹം? പേരും പറയാൻ പേടിയാ. മുംതാസിന്റെ ഒക്കെ പേര് എന്ത് ഉത്സാഹത്തിലായിരുന്നു. ആരുടെ പേരാ പറയാൻ മടി? ശ്രീരാമചന്ദ്രന്റെ. അപ്പോ ആലോചിച്ചേ, പ്രണയത്തിന്റെ സ്മാരകം എന്ന് പറയുന്നത് രാമസേതുവാണോ താജ്മഹലാണോ? രാമസേതുവാ, സംശയമൊന്നുമില്ല. അത്രയും വലിയ ത്യാഗം അനുഷ്ഠിച്ച ശ്രീരാമചന്ദ്രൻ മാതൃകാപുരുഷനായി ഭാരതത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് വേറെന്താ വേണ്ടത്? അതിനിടയിലാണ് പറഞ്ഞോണ്ടാണ് ഇന്ന് വരെ രാമായണം വായിക്കാത്തവൻ പറയും എന്താ കാട്ടിക്കൊണ്ട് കളഞ്ഞത്. ആലോചിച്ചോണം, തന്റെ സീതായോഗം അനുഭവിച്ച് ദുഃഖിച്ച് കണ്ണുനീരുകൊണ്ട് അലറിക്കരയുന്ന ഒരു ശ്രീരാമചന്ദ്രനുണ്ട് രാമായണത്തിലും. തന്റെ ധർമ്മപത്നിയെ എങ്ങനെയൊക്കെ സ്നേഹിക്കണം, എങ്ങനെയൊക്കെ കരുതണം, അവൾക്ക് ഏതെല്ലാം വിധത്തിൽ സുരക്ഷ ഒരുക്കി കൊടുക്കണം എന്ന് ധർമ്മപൂർവമായി ചിന്തിച്ച ഉത്തമനായിരിക്കുന്ന ഒരു ഭർത്താവുണ്ട് രാമായണത്തില്. ധർമ്മം എങ്ങനെ പാലിക്കണമെന്ന് ഉത്തമമായ രീതിയിൽ രാജ്യം ഭരിച്ചു കാണിച്ചു കൊടുത്ത ഉത്തമനായ ഒരു ചക്രവർത്തി ഉണ്ട് ഏതില്? രാമായണത്തില്. ആ രാമനെ ഇന്ന് വക്രീകരിച്ച് അവസാനം ഇപ്പൊ ഇറങ്ങി നടക്കുന്നവന്മാർ പോലും പറയുന്നത്, ശ്രീലങ്കയിൽ നിന്ന് വരെ വന്നവന്മാർ ഇപ്പൊ പറയുന്ന രാമനെ ഇഷ്ടമല്ല, രാവണനെയാണ്. ഇത് കേട്ടുകൊണ്ട് കുറെ രാമന്റെ അനുയായികളുമുണ്ട്, രാവണനെ മുഖി പിടിച്ചുകൊണ്ട് നടക്കാൻ. സാംസ്കാരിക അധപ്പതനം എന്ന് പറയുന്നത് എത്ര ഭീകരവും എത്ര ഭയാനകവുമാണെന്ന് ആലോചിച്ചോണം. എന്ത് വിഷയമാവട്ടെ സജ്ജനങ്ങളെ, നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുമാവട്ടെ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിക്കോ കോൺഗ്രസ് ആയിക്കോ BJP ആയിക്കോ, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ആത്യന്തികമായി നിങ്ങൾ ഹിന്ദുവാണ്. പറയണത് മനസ്സിലാവണുണ്ടോ? നമ്മുടെ സമാജത്തിന് ദ്രോഹം വരുന്നത് ഒരിക്കലും നമ്മൾ ചെയ്തു കൂട്ടാൻ പാടില്ല. നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ട് അവരുടെ രക്തവും അവരുടെ ജീവനും പ്രാണനും ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് മുഴുവൻ. അതിനെ ആ രീതിയിൽ തന്നെ സമ്പുഷ്ടമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ക്ഷേത്രങ്ങളും സമ്പത്തുക്കളും സ്വത്തുക്കളും അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കണം. നമ്മുടെ പൂർവികർ നമുക്ക് 10 രൂപ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ 100 കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ഒരു തലമുറ മാത്രമേ അടുത്ത തലമുറയ്ക്ക് അത് 1000 കൊടുക്കാനുള്ള ശേഷി ഉണ്ടാവൂ. അങ്ങനെ വേണം എപ്പോഴും. രാമകൃഷ്ണ ഗോവിന്ദ എന്ന് ജപിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടാവണം. വൈകുന്നേരം നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഭദ്രകാളി പ്രാദുർഭാവം. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് അടുത്ത സത്സംഗം ആരംഭിക്കും. ശേഷമുള്ള ഭാഗങ്ങൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കും. വൈകുന്നേരം ഭദ്രകാളി പ്രാദുർഭാവത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ജഡഭരതനെ രക്ഷിക്കാനായി സാക്ഷാൽ പരമേശ്വരിയുടെ തിരു അവതാരമുണ്ടാവും. ആ സമയത്ത് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ചുവന്ന പട്ട് ഇത്യാദി ദ്രവ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്.
അതേപോലെ തന്നെ ഇന്ന് വൈകുന്നേരം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിക്കുന്നത്. അതേപോലെ തന്നെ ഉണ്ട ശർക്കര കൊണ്ട് പറ സമർപ്പിക്കുന്നത്. അതെല്ലാ സജ്ജനങ്ങളും അതിൻ്റെ ഭാഗവാക്കാകണമേ എന്ന് ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നാമം ജപിച്ച് സത്സംഗം ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ശ്രദ്ധിക്കുക. പീതാംബരം കരവിരാജിത കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം. എല്ലാവരും കൂടെ പാടണം, കൈകൊണ്ട് താളമടിക്കണം. ഇടാനാടിയും പിങ്കളാനാടിയും ഒക്കെ ഒന്ന് ഉണരട്ടെ. നല്ല ശക്തമായിട്ട് കൈകൊണ്ടൊക്കെ അടിച്ച്, ചിലരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, ആ ഉറക്കത്തിൽ നിന്നൊക്കെ അവരൊക്കെ ഞെട്ടി ഉണർത്തണം. സിംഹഗർജനം പോലെ ഉച്ചത്തിൽ കണ്ടം പൊട്ടുമാല ശബ്ദത്തിൽ ആചാര്യൻ ചൊല്ലിത്തരുമ്പോൾ അതനുസരിച്ച് ഏറ്റുപാടി കണ്ണുനീരോടുകൂടി ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ആശ്രയിക്കുക. ഭഗവാനെ, നീയല്ലാതെ മറ്റാരും എനിക്ക് തുണയും ആശ്രയമായിട്ടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കീർത്തനത്തിലേക്ക്. നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ. കല്ലു വേണോ നീല നിറം കോലും നല്ല കല്ലു വേണോ മല്ല വൈരിപ്പേരോലുന്ന കല്ലു വേണമോ ഇന്ദ്രനീലമണിവർണ്ണം പൂണ്ടു ലക്ഷ്മി വക്ഷസീനായി സാന്ദ്രമോദം വിളങ്ങുമാ കല്ലു വേണമോ. നാരായണ 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 രാധേ ഗോവിന്ദ. ദേവനീതൻ ജഠരമകരത്തിൽ നിന്നുദിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ ദുർഗാഭഗവതിയെ താൻ പകരമായി കൊടുക്കായ ദുർഗമാർക്കുമെന്നായി തീർന്ന കല്ലു വേണമോ. നാരായണ 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 രാധേ ഗോവിന്ദ. പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ സൂരിയോട് വിശുക്കന്നെ വാങ്ങിയതാം കല്ലു വേണമോ ഗോപബാലന്മാരാം മുത്തുമാലയുടെ നടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണക്കല്ലു വേണമോ. നാരായണ 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 രാധേ ഗോവിന്ദ. വല്ലഭ സ്ത്രീനികരത്തിൽ കുജ കുഞ്ച കോരകത്തിൽ നല്ലവണ്ണം ലസിച്ചതാം കല്ലു വേണമോ ഇഹപര സുഖങ്ങളിൽ മുഴുകിടാൻ കൽപ്പറ്റൂമീ മഹാജനം ചൂടും നല്ല കല്ലു വേണമോ. നാരായണ 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 രാധേ ഗോവിന്ദ. ഹൃദയത്തിൽ ധരിപ്പോരെ മായാബന്ധം മുറിച്ചുടൻ മുദാത്തിയിലാട്ടിടുമാ കല്ലു വേണമോ ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിടിലും ത്യജിക്കുവാനെരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ. നാരായണ 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 രാധേ ഗോവിന്ദ. കല്ലു വേണോ നീല നീറം പോലും നല്ല കല്ലു വേണോ മല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ
ഏവം പരരക്ഷയ്ക്കായി കല്ലുവിൽക്കും ജോലിക്കെന്നെ ഭവസൂനോദേശം തോറും ചുറ്റിപ്പിക്കുമോ? നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. മധ്യാഹ്ന സന്ധ്യാസമയം വരെ എല്ലാ ചടങ്ങുകൾക്കും ഭാഗവാക്കായ സുഹൃത്തുക്കളായ സജ്ജനങ്ങളെയും കുടുംബാംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആയുരാരോഗ്യ സൗഖ്യവും ഭഗവാനും ഭഗവതിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരിവരിയായി വന്ന് പ്രസാദം വാങ്ങിച്ച് അഗ്രശാലയിലേക്ക് പിരിഞ്ഞോളുക. ചെറിയൊരു അറിയിപ്പ് കൂടെയുണ്ട്. ഇതിനോടൊപ്പം നമ്മുടെ യജ്ഞത്തിൻ്റെ 4ാമത്തെ ദിവസം വൈകുന്നേരം 5 മണിക്ക് നോട്ടീസിൽ കൊടുത്തിരിക്കുന്നതനുസരിച്ച് വിദ്യാഗോപാല മഹാമന്ത്രാർച്ചനയുണ്ടാവും. ആ വിദ്യാഗോപാല മഹാമന്ത്രാർച്ചനയിൽ ഈ ദേശത്ത് നിന്ന് 108 കുട്ടികളെ പങ്കെടുപ്പിക്കണം. അന്നേ ദിവസം ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്, വൈകുന്നേരമാണ് 5 മണി. 108 കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശത്തെ അമ്മമാരെല്ലാം കൂടെ ചേർന്നിരുന്ന് ഇവിടെ പുഷ്പാഞ്ജലി നടത്തും. അതുകൊണ്ട് 108 കുട്ടികളെ ഈ ദേശത്തിന്റെ ഏതൊക്കെ ഭാഗത്തു നിന്ന് കൊണ്ടുവരാമോ അത്രയും പേരെ കൊണ്ടുവരണം. നിർബന്ധമായിട്ട് കട്ടായമായിട്ട് പറയുന്ന കാര്യമാണ്. 107 പേരായാൽ പോലും അന്നേ ദിവസം അർച്ചന ഉണ്ടായിരിക്കുന്നതല്ല. അന്നേ ദിവസം പുഷ്പാഞ്ജലി നടത്തി തിരിച്ചുവിടും. 108 കുട്ടികളെ ഇവിടെ ഇല്ല എന്ന് പറയേണ്ട. അന്യദേശത്താണ് കുട്ടികൾ പഠിക്കുന്നത് എങ്കിൽ അവർക്ക് വേണ്ടി രക്ഷകർത്താക്കൾ ഇരുന്നാലും മതിയാവും. അതുകൊണ്ട് 108 പേര് ഏറ്റവും കുറഞ്ഞത് പങ്കെടുക്കണം. അത് നിർബന്ധമാണ്. 107 പേരായാൽ പോലും അർച്ചന നടത്തുന്നതായിരിക്കില്ല. പുഷ്പാഞ്ജലി നടത്തി തിരിച്ചുവിടും. പിന്നീട് വരുന്ന ഒരു പരാതിയും യജ്ഞശാലയിലോ ക്ഷേത്രോപദേശ സമിതിയിലോ സ്വീകരിക്കുന്നതായിരിക്കില്ല എന്നും ഇതിനോടൊപ്പം അറിയിച്ചുകൊള്ളുന്നു. വരിവരിയായി വന്ന് പ്രസാദം വാങ്ങിച്ച് അഗ്രശാലയിലേക്ക് പിരിഞ്ഞോളുക. ഓടേ നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ 2ാം ദിവസം അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സത്യാലയത്തിലേക്ക് ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ 2ാം ദിവസത്തെ അന്നദാനം ക്ഷേത്ര സത്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സത്യാലയത്തിലേക്ക് ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ അന്നദാനം നേർച്ചയായി നടത്തുന്നത് ശ്രീ നന്ദു പി രാജ്, അനന്തു പി രാജ്, മേലേക്കരിക്കത്തിൽ, മയിലോട്, നെല്ലിപ്പറമ്പ്. 2ാം സപ്താഹ ദിവസത്തെ അന്നദാനം നേർച്ചയായി നടത്തുന്നത് ശ്രീ നന്ദു പി രാജ്, അനന്തു പി രാജ്, മേലേക്കരിക്കത്തിൽ,
മയിലോട് നെല്ലിപ്പറമ്പ്. രണ്ടാം സപ്താഹ ദിവസത്തെ അന്നദാനം ക്ഷേത്ര സത്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും നല്ലവരായ നാട്ടുകാരും ഈ അന്നദാനത്തിൽ പങ്കെടുക്കണമെന്ന് ഭക്തി ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ അന്നദാനം ക്ഷേത്രത്തിൽ സപ്താഹവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ അന്നദാനം നേർച്ചയായി നടത്തുന്നത് ശ്രീ നന്ദു പി രാജ്, അനന്തു പി രാജ്, മേലെ കരിക്കത്തിൽ, മൈലോട്, നെല്ലിപ്പറമ്പ്.